നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അതിപുരാതനമായ ക്ഷേത്രമാണ്. ഒരുപാട് വർഷം മുന്നേയുള്ള ക്ഷേത്രമാണിത്. ഇതിപ്പോൾ ഈ കണ്ട വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടത് ചിറയാണ്, കുളം. ക്ഷേത്രത്തിന് മുൻവശമുള്ള ചിറക്കൽ ചിറയാണിത്. അപ്പോൾ ഈ ചിറ കണ്ടില്ലേ? അത്രയും വലിയ ചിറയാണ് ക്ഷേത്രത്തിന് നേരെ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെല്ലാം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ. അത്രയും പ്രശസ്തമായ ക്ഷേത്രമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക കേട്ടോ. ഉദയപുരേശ്വര ശരണം, കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടോ, ചിറക്കൽ. ഈ ബിൽഡിങ്, ഈ ഗോപുരം തന്നെ എത്രയാ നോക്കിയാട്ടെ, എത്ര കാലഘട്ടമായി എന്നറിയാം ഈ ബിൽഡിങ്. ഇതിൻ്റെ എല്ലാം പണികൾ കണ്ട കണക്കില്ല. ഇതിൻ്റെ എല്ലാം ചരിത്രം ഒരുപാടുണ്ടാവും നമ്മുടെ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട്. അപ്പം നമുക്ക് ആ ചെരുപ്പ് നടയിൽ വെക്കാൻ പാടില്ല. കിഴക്കേ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം, ചിറക്കൽ. ക്ഷേത്രം മതിലിനുള്ളിൽ പാദരക്ഷ ഉപയോഗിക്കരുത്. വാലായ്മ, പുല എന്നിവയുള്ളവർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുത്. അങ്ങനെ അതിൻ്റേതായ കർശന നിയന്ത്രണത്തോടുകൂടിയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഞാനിപ്പോൾ പുറത്തുനിന്ന് കയറി ഗോപുരത്തിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ ഇതാ നോക്കിയാ. ഞാൻ പറഞ്ഞില്ലേ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അതാണ് കാണുന്നത്. ഈ കാണുന്നത് ഊട്ടുപുരയാണ്. അത്രയും വലിയ, എത്രയോ പേർക്കിരിക്കാവുന്ന അന്നദാന മണ്ഡപമാണ് ഊട്ടുപുര. പണ്ടുള്ള കാലങ്ങളിൽ ഒരുപാട് ഈ ദേശത്തുള്ള ഒരുപാട് ആൾക്കാർ, ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഇതായിട്ടുള്ള. ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് ക്ഷേത്രം. ഇപ്പം ഇത് ആ ഗോപുരം അകത്തെ. ഇവിടെ നിന്നാണ് ഈ മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായ കൃഷ്ണഗാഥ ചെറുശ്ശേരി നമ്പൂതിരിയാൽ വിരചിതമായത്. കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഇവിടെയുള്ള തിരുമേനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന ചിറക്കൽ ഗ്രാമക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇവിടെ വെച്ചാണ് 15-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ എന്ന മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രചിച്ചത് എന്നറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ഏകദേശം 1200-ലധികം വർഷം പഴക്കമുണ്ട്. 1200-ലധികം വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ 4 ഇല്ലങ്ങൾ ബ്രാഹ്മണ ക്ഷേത്രമായിട്ട് ആയിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. അത് പിന്നീട് ആ ഇല്ലങ്ങളൊക്കെ നശിച്ച കാലഘട്ടത്തിൽ ഇത് ചിറക്കൽ രാജാവ് ഏറ്റെടുക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ഒരു 200-ലധികം ഏക്കർ ഭൂമി മടക്കര ദേശത്ത് ഈ അമ്പലത്തിൻ്റെ നടത്തിപ്പിനായിട്ട് മാറ്റിവെക്കുകയുണ്ടായി. പക്ഷേ കാലാന്തരത്തിൽ രാജഭരണത്തിൻ്റെയൊക്കെ അവസാനത്തോടു കൂടി ഈ ഭൂമിയൊക്കെ അന്യാധീനമാവുകയും ഈ ക്ഷേത്രത്തിൻ്റെ
പിന്നെ ആസ്തികൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു ഡൗൺ പീരീഡാണ് കടന്നുപോയത്. ഇപ്പം നാട്ടുകാരുടെ കമ്മിറ്റിയും ഒക്കെ ആക്കിക്കൊണ്ട് അവരൊരു പുനരുദ്ധാരണ സമിതിയൊക്കെ രൂപീകരിച്ച് സ്വർണ്ണ പ്രശ്നം പരിഹാര ക്രിയകളൊക്കെ ചെയ്ത് ഒരു ഡെവലപ്പിംഗ് അവസ്ഥയിലുണ്ട്. ഇവിടെ രണ്ടുകൈയിലും വെണ്ണയായിട്ടുള്ള ഉണ്ണി കൃഷ്ണനും വൈദ്യനാഥ ഭാവത്തിൽ ശിവനുമാണ്. രണ്ട് കയ്യിലും വെണ്ണ. നവനീത കൃഷ്ണൻ. അപ്പോൾ ഈ നവനീത കൃഷ്ണനെ ആരാധിച്ചുകൊണ്ടാണ് ചിറക്കൽ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ മലയാള മഹാകാവ്യം കൃഷ്ണഗാഥ രചിച്ചതെന്നും അത് ഈ കൃഷ്ണനിലേക്ക് സമർപ്പിച്ച രീതിയിലാണ് ലാസ്റ്റ് കൃഷ്ണഗാഥ സമാപിക്കുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിന് വേണ്ട വിധത്തിൽ മലബാറിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു എന്താണെന്ന് അറിയില്ല, അറിയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഈ മലബാറിലെ ഏറ്റവും വലിയ ഊട്ടുപുര എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ അഗ്രശാലയാണ് ഈ കാണുന്നത്. അതെ അതെ. അപ്പോൾ 1500-ലധികം പേർക്ക് ഒറ്റ പന്തിയിൽ തന്നെ ഊണ് കഴിക്കാൻ പറ്റുന്ന അത്ര വിശാലമായ ഊട്ടുപുര മലബാറിലെ ഏറ്റവും വലിയ അഗ്രശാലയായിരുന്നു. അപ്പോൾ ഇതിന് ഉണ്ടായിരുന്ന ആ 200 ഏക്കർ ഭൂമിയിലെ ആദായം ഉണ്ടായിരുന്നു അന്ന് 3 നേരവും വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുത്തിരുന്ന ഒരു അന്നദാനമൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഈ ഭൂമിയൊക്കെ അന്യാധീനമായതോടുകൂടി ക്ഷേത്രം വരുമാനമില്ലാതെ ആ ഊട്ടൊക്കെ നിന്ന് പോവുകയും ഇങ്ങനെ കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഗോപുരത്തിലുള്ള കൊത്തുപണികളൊക്കെ വളരെ പൗരാണികമാണ്. അത് ഇപ്പോഴും ഇങ്ങനെ ഒരു നാശോന്മുഖമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പം അതൊക്കെ വേണ്ട വിധത്തിൽ സാംസ്കാരിക വകുപ്പും അതേപോലെ പുരാവസ്തു വകുപ്പൊക്കെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് പരിരക്ഷിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ നിരന്തരം ഗവൺമെൻറ് തലത്തിലൊക്കെ ആവശ്യപ്പെടാറുണ്ട്. നമ്മുടെ സ്ഥലം അഴീക്കോട് MLA KV സുമേഷ് MLA ഇതിനു വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിക്കുകയും T പത്മനാഭൻ ചെറുതാകത്ത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തുഞ്ചൻ പറമ്പിൻ്റെ തുല്യ പദവിയിൽ ഈ ക്ഷേത്രഭൂമി സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 2 കോടി രൂപയുടെ പ്രോജക്റ്റൊക്കെ റെഡിയായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക പരാധീനതകളൊക്കെ ഉണ്ടായിരിക്കാം അതിങ്ങനെ ആ പദ്ധതി ഇങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു അവസ്ഥയിലാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു ജീർണാവസ്ഥയൊക്കെ പരിഹരിച്ച് ക്ഷേത്രം പഴയ പ്രൗഢമായ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഭക്തജനങ്ങളും കൂട്ടായിട്ട് ഒന്നും കൂടി അതേപോലെ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മേഖലകളിലുള്ളവരും കൂടി ഇക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധയിൽ പെടുത്താൻ ഉന്നതാധികാരികളിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പം സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രാർത്ഥന നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. തീർച്ചയായും കൂടെ ഉണ്ടാവണം. അല്ല ഇപ്പം പറഞ്ഞ ഊട്ടുപുരേൻ്റെ ഇത് നോക്കിയാട്ടെ, അത്ര 1500 പരം ആൾക്കാർ ഇവിടെ ദിവസവും അന്നദാനം കഴിച്ച ഊട്ടുപുരയായത്. ഒരു കാലത്ത് ഈ ദേശത്തുനിന്നും അന്യദേശത്തുനിന്നും വരുന്ന എത്രയോ ഭക്തജനങ്ങൾ ഇവിടെ വന്ന് അന്നദാനം കഴിച്ച് ആ കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ അല്ലേ. ഇവിടെയുള്ള ഓരോ കൊത്തുപണികളും എല്ലാം തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ വിലാസങ്ങളായിരിക്കും ഒരു കാലത്ത്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ പ്രാധാന്യം. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്.
കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇത് ഊട്ടുപുര. അപ്പോൾ എല്ലാവരും വരുക. ഇതെല്ലാം പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാകണം, ഭക്തന്മാരുണ്ടാകണം. ഇപ്പം അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണല്ലോ. നോക്കിയാട്ടെ, കാണാൻ എന്ത് നല്ല ഭംഗിയാണ്. ആ പഴയ കാലത്തെ കൊത്തുപണികളും ക്ഷേത്ര മതിലുകളും എല്ലാം, ക്ഷേത്ര തിരുമുറ്റവും കണ്ട. നമസ്കാരം. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും വരിക, ഇവിടെ ഈ ക്ഷേത്ര ദർശനത്തിൽ പങ്കാളികളാവുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ, നന്മ വരട്ടെ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ.